പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോയ്ക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് യേശുവിനെ കണ്ടുമുട്ടിയവർ എന്നാണ്. ഇന്ന് നമ്മുടെ സഭയിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണ്. കാരണം വചനപ്രഘോഷകർ എല്ലാവരും തന്നെ പറയുന്നത് യേശുവിനെ കണ്ടു, മാതാവിനെ കണ്ടു. എനിക്കിവിടെ പറയുവാനുള്ള ചില കാര്യങ്ങൾ. ഈ കാഴ്ചകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ദർശനം, നമ്മൾ വിഷൻ എന്ന് പറയും. നമുക്കെല്ലാം ഉണ്ട്. എല്ലാ ക്രൈസ്തവനും ഒരു വിഷനുണ്ട്. ഞാൻ പറയും, എല്ലാ മനുഷ്യർക്കും ഒരു ജീവിതത്തിൽ ഒരു ദർശനമുണ്ട്. എന്നാൽ ഒരു വിഷയത്തില് പുണ്യാത്മാക്കളെ, പരേതാത്മാക്കളെ ദർശിക്കുന്നവർ പ്രാർത്ഥനയിൽ. ഇനിയും അവരത് കാണുന്നത് മാനുഷികമായിട്ട് തന്നെ സ്പർശിക്കുന്നു, കാണുന്നു, തൊടുന്നു, കേൾക്കുന്നു. പക്ഷെ മറ്റാരും ഇത് കാണുന്നില്ല. ഒറ്റയ്ക്ക് ഒരാൾ മാത്രം. അതാണ് ദർശനം. രണ്ടാമത് വേറൊന്നുണ്ട്, പ്രത്യക്ഷപ്പാട്, അപ്പിയറൻസ് എന്ന് പറയും. നമുക്ക് അറിയാൻ സാധിക്കും, ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ചെന്നു, കണ്ടു, മുറിവെ തൊട്ടു, കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു. അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ലൂർദില്, ഫാത്തിമയില്, ഇതൊക്കെ സഭയും സത്യമാണെന്ന് വെളിപ്പെടുത്തി പറഞ്ഞു. അത് മറ്റുള്ളവരും കണ്ടു. ചിലർക്ക് ഉദാഹരണം ഫാത്തിമയിലൊക്കെയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. അത് വെറും ഒരു ദർശനമല്ലായിരുന്നു. പിന്നെയോ പ്രത്യക്ഷപ്പാട്. അത് നമ്മുടെ വ്യത്യാസം പഠിപ്പിക്കാനല്ല ഞാൻ ഈ ക്ലാസ് തരുന്നത്. അത് നിങ്ങൾക്ക് എവിടെയും നോക്കി കണ്ടുപിടിക്കാം. എന്തായാലും ശരി, ഇന്ന് വചനം പ്രഘോഷിക്കുന്ന മുഖ്യവരും യേശുവിനെ കണ്ടു എന്ന ആ സാക്ഷ്യത്തിന്റെ പേരിലാണ്. ഇവിടെ എനിക്ക് പച്ചക്കെ പറയാനുള്ളത്, കാള പെറ്റു, കയറെടുത്തു എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഒരു പ്രഭാതത്തിൽ യേശുവിനെ കണ്ടു, മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞ് പ്രഘോഷിക്കുമ്പോൾ ഓടിക്കൂടി അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോവുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് അല്പം ഒന്ന് ആത്മശോധന ചെയ്യാം. അതേസമയം ബൈബിളിലൂടെ നോക്കാം യേശുവിനെ കണ്ടുമുട്ടിയ ഏതാനും പേരുടെ കാര്യം. ബൈബിളിൽ എല്ലാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരും യേശുവിനെ കണ്ടുമുട്ടിയത് നമുക്ക് കാണാം. ദൈവത്തെ കണ്ടുമുട്ടി. അതിനുശേഷമാണ് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചത് വചനം പ്രഘോഷിക്കുവാനായിട്ട്, ഇസ്രായേലിനെ രക്ഷിക്കുവാനായി. ഇനിയും അതിൽ ഒരാളുടെ മാത്രം എടുത്തു പറഞ്ഞോട്ടെ, മൂശ. നമ്മൾ ഹെബ്രായക്കാർക്ക് ലേഖനത്തിലാണ് അത് വായിക്കാൻ സാധിക്കുന്നത്. ഹെബ്രായർ 11 അധ്യായം 23 മുതൽ വചനങ്ങൾ ഞാൻ ഒന്ന് വായിച്ചോട്ടെ. വിശ്വാസം മൂലം മൂശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. എന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു. നമുക്ക് ആ സമയത്തെല്ലാം കുട്ടികളെ കൊല്ലുന്ന ഒരവസരം ആയിരുന്നു. ഇനിയും മൂശ വളർന്നു വന്നപ്പോൾ ഭരവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. നമുക്കറിയാം, ഫറവോയുടെ മകളാണ്. എടുത്തു വളർത്തി കൊച്ചി രാജകുമാരനായിട്ട് എല്ലാവിധ സുഖ സൗകര്യാദികളും ആ ഫറവോയുടെ രാജകൊട്ടാരത്തിൽ അനുഭവിച്ചുകൊണ്ട് ആണ് വളർന്നു വന്നത്. ആരും എടുത്തു വളർത്തിയവനായിട്ട് കണ്ടില്ല. പിന്നെയോ ഫറവോയുടെ മകളുടെ മകൻ എന്നാണ് അറിയപ്പെട്ടത്. ഇനിയും ആ വിശ്വാസം മൂലം അവനത് ത്യജിക്കുകയാണ്. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധിയേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്താലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്തിൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ അവൻ സഹിച്ചു നിന്നു. മൂശയെപ്പറ്റി അധികം പറയാൻ നിങ്ങൾക്കറിയാം. ആ മലമുകളിൽ വെച്ച്, ഹെറോബ് മലമുകളിൽ വെച്ച് ആ കത്തിയെരിയുന്ന തീയായിട്ടാണ് കർത്താവിനെ കാണുന്നതും. അതേപ്പറ്റി പറയാൻ നിങ്ങൾക്കറിയാം. അവിടെ വെച്ചാണ് യഥാർത്ഥ ഒരു മാനസാന്തരം ഉണ്ടാകുന്നു. ആ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന ആരായാലും, ദൈവത്തെ ആര് കണ്ടുമുട്ടിയാലും അവർക്കൊരു പരിവർത്തനമുണ്ട്, ജീവിത വ്യതിയാനമുണ്ട്. എന്റെ ഭാഷയെ പറഞ്ഞാൽ അവരുടെ ഈഗോ, അവരുടെ വ്യക്തിത്വം തകർക്കപ്പെടും. നമുക്ക് യേശു തന്നെ
പിതാവിന്റെ ലോകത്തിലേക്ക് വന്നപ്പോൾ തന്റെ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ നമുക്കറിയാം ഒരു മനുഷ്യനായിത്തീരുന്നു. തന്റെ ആ വ്യക്തിത്വം ദൈവികത്വം മറച്ചു വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനാകുന്നു. അത് വ്യക്തിത്വം ഇല്ലായ്മ ചെയ്യുകയാണ്. സറണ്ടർ മാത്രമല്ല, അത് ആ വ്യക്തിത്വം തകർക്കൽ. മനുഷ്യനായിട്ടാണ് എല്ലായിടത്തും അവനെ കണ്ടത്. വെറും മനുഷ്യനായിട്ടുള്ള ഒരു കുറ്റവാളിയെ പോലെയും കണ്ടു. നമുക്കറിയാം കുരിശിൽ വെച്ച്. അപ്പോൾ ആള് മാറി എന്ന്. കുരിശുമരണം വരെ അനുസരണയുള്ളവനായി സഹിച്ചു എന്നാണ്. അതുകൊണ്ടാണ് വലിയ നാമം കർത്താവ് യേശുവിന് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, പഴയ നിമിത്തത്തെ നമ്മൾ കാണുകയാണ്. ഈ മറഞ്ഞിരുന്ന കർത്താവ്, ആദ്യം മുതലേ ഉണ്ടായിരുന്ന കർത്താവ്, അവനിൽ ദൃഷ്ടി ഉറപ്പിച്ച ഒരു മഹാനായിരുന്നു മൂശ. അത് കണ്ടുകൊണ്ട് ആ കർത്താവിന്റെ ആ ജീവിതത്തിൽ പങ്കുചേരുകയാണ്. അപ്പൊ ഈ സുഖസഹകാരികൾ ഇതെല്ലാം ഉപേക്ഷിച്ചു. തനിക്ക് രാജകൊട്ടാരത്തിൽ രാജാവാകാമായിരുന്നു. പിന്നീട് അതും വേണ്ടാന്ന് വെച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് അവരെ നവീകരിക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഏലിയ, ഏഷ്യ അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ അത് കാണാൻ സാധിക്കും. അവരെപ്രകാരം തങ്ങളുടെ വ്യക്തിത്വവും തങ്ങൾക്കുണ്ടായ അഭിമാനം, ബഹുമാനം, തങ്ങൾ ലോകത്തിലുണ്ടായിരിക്കാവുന്ന പ്രശസ്തി എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ കാണുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായിട്ടും അപ്പസ്തലന്മാരാണ് യേശുവിനെ കണ്ടുമുട്ടുന്നതും യേശുവിനെ അനുധാവനം ചെയ്യുന്നതും എന്ന് നമുക്കറിയാം. നമ്മൾ അത് വായിക്കുന്നുണ്ട്. യേശുവിനെ കണ്ടുമുട്ടിയ ആദ്യ ശിഷ്യന്മാരെ പറ്റി മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിൽ എപ്രകാരം പറയുന്നുവെന്ന് 18 മുതൽ വചനങ്ങൾ. അവൻ ഗലീലക്കടലിൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സബദിപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്നു വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവൾ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള പോക്ക്. അവർ യേശുവിനെ കണ്ടു. കണ്ടപ്പോൾ കണിശമായിട്ടും ഈ ലോകത്തിലെ സുരക്ഷിതം വലവീശി മീൻ പിടിക്കുന്നതായിരുന്നു. വേണ്ടാന്ന് വെച്ചു. ആ മാതാപിതാക്കളുടെ ബന്ധമുണ്ട്, അതുമെല്ലാം ഉപേക്ഷിച്ചു. ഇതാണല്ലോ സന്യാസ വൈദികരും അതുപോലെ രൂപരാ വൈദികരും സമർപ്പിതരായവരെല്ലാം എടുക്കുന്ന വ്രതം. എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോവുക. സുരക്ഷിതത്വം സ്വന്തക്കാരിലല്ല, പണത്തിലല്ല, ജോലിയിലല്ല, പിന്നെയോ യേശുവിൽ മാത്രം. യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ആണ്. നമുക്ക് 1-2 പേരെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, പത്രോസ്, നിശ്ചയമായിട്ടും പത്രോസ് ഈ 12 പേരിൽ ഒരുവനായിരുന്നു. അവൻ ഒരു വലിയ നേതാവായിരുന്ന ഒരു ഗ്രൂപ്പിന്റെ വലിയൊരു നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ധാരാളം പേരെ ഒന്നിച്ച് റോമ പട്ടാളക്കാരെ അവിടുന്ന് ഇസ്രായേലിനെ ഓടിക്കാനായിട്ടുള്ള എല്ലാ പദ്ധതികളും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടു, അതെല്ലാം ഉപേക്ഷിച്ചു, തന്റെ പ്ലാനും പദ്ധതിയുമെല്ലാം. ഇനിയും നമ്മൾ കാണുന്നത് ആ ചെസറയ ഫിലിപ്പിൽ വെച്ച് അവന്റെ പേര് പോലും മാറി യേശുവിനെ കണ്ടപ്പോൾ. നമുക്കറിയാം അവന്റെ പേര് ശിമയോൻ എന്നായിരുന്നു. ശിമയോൻ വെറും പത്രോസംഗമായി പോയി. ആള് മാറിയ മാറ്റം. ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തിത്വം തകർത്തുകൊണ്ടുള്ള ഒരു പുതിയ ജീവിതം. അവന് ഏറ്റവും പ്രയാസമുള്ളത് എന്തായിരുന്നു? സഹിക്കുക. അതുകൊണ്ടാണ് ഈശോ പീഡാസഹനത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് അപ്പോൾ കർത്താവ് ശാസിച്ചു. നമുക്കറിയാം ഇത് ദൈവികമല്ല, മാനുഷികമായ ചിന്താഗതിയാണ്. അപ്പൊ സഹനം ഏറ്റെടുക്കുക ജീവിതത്തിന്റെ കർത്താവിനെ കണ്ടുമുട്ടുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ സുഖത്തിലേക്കുള്ള വിളിയല്ല, സുരക്ഷിതത്തിലേക്കുള്ള വിളിയല്ല, സുഭിക്ഷതയിലേക്കുള്ള വിളിയല്ല യേശുവിനെ കണ്ടുമുട്ടൽ. ഹല്ലേലൂയ. ഇത് വ്യക്തമാക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും കാലങ്ങളിൽ ചിലർക്ക് പ്രശസ്ത വചന പ്രഘോഷകർ നൈമിഷികമായ സുഖങ്ങൾ പോലും അനുഭവിച്ചുകൊണ്ട്, ഞാൻ എടുത്തു പറയുന്നില്ല പേരൊന്നും, ആ വചനം പ്രഘോഷിച്ച് പ്രശസ്തി നേടി 1-കിട കൗൺസിലേഴ്സായിട്ടും വൈദികരെ പോലും കന്യാസികളെ പോലും ധ്യാനിപ്പിച്ച് നടന്നത്. അത് അവരെല്ലാം പറഞ്ഞ് കർത്താവിനെ അവർ കണ്ടുമുട്ടി.
എന്നിട്ട് നൈമിഷിക പാപം പോലും ആ നിമിഷം വെടിയാതെ അതിൽ തന്നെ നിന്നുകൊണ്ട് ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് കർത്താവിനെ കണ്ടുവന്ന് പ്രഘോഷിച്ചത് കേരളീയരായ നമ്മൾ കേട്ടു, നമ്മൾ വിശ്വസിച്ചു. ഇവിടെയാണ് നമ്മൾ ഫലം പറിക്കുന്നതിന് മുമ്പ് വൃക്ഷത്തെ നോക്കിയില്ല എന്നത്. ഏതോ കേട്ടു അങ്ങ് പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അത് വീഡിയോകളിലെല്ലാം പുറത്തു വരുന്നു. ആരെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയുന്നില്ല. ആരംഭഘട്ടത്തിലേ ഞാനത് പറയുണ്ടായതാണ്. പലപ്പോഴും അന്ന് ഏറെപ്പേർ എന്നെ ശാസിച്ചു. ആരായാലും ശരി, യേശുവിനെയോ മാതാവിനെ കണ്ടവർ ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന കണ്ടിട്ട് അവരുടെ പിന്നാലെ പോകാവൂ. അവരുടെ പിന്നാലെ ഒരിക്കലും പോലെ യേശുവിന്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ അവരുടെ പഠനങ്ങളെ നിങ്ങൾ അനുഗമിക്കാവൂ. നമുക്കറിയാൻ സാധിക്കും, ഒടിയിലെ പത്രോസ് കണ്ടുമുട്ടിയുടെ ഫലമായിട്ട് യേശുവിനെ പോലെ മരിക്കാനിടയായി. എനിക്ക് പറ്റില്ല എന്ന്, സഹനം വേണ്ട എന്ന് വിചാരിച്ചവൻ സഹനത്തെ എപ്രകാരം സ്വീകരിച്ചു എന്ന്. അവനെ തല കീഴ്പോട്ടാക്കി ക്രൂശിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം ഈശോയെ പോലെ കുരിശിക്കടന്ന് നേരെ കടന്ന് മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. തന്റെ അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കുരിശുമരണം തന്നെ അത് വരിക്കുന്നു. ഇതാണ് അത് പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ. ഇന്ന് നമുക്ക് ഏറ്റവും അറിയാവുന്ന കണ്ടുമുട്ടിയത് അത് പൗലോസാണ്, തീവ്രവാദി. എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലാനായിട്ട് ക്രിസ്തീയത ലോകത്തിൽ തുടച്ചു നീക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങി ഡമാസ്കസിലേക്ക് പോയി. നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ യേശുവിനെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടൽ ഭയങ്കരമായിരുന്നു. പിന്നീട് മുഴുവൻ ആ ക്രൂശിതനായ യേശുവിനെ പറ്റിയാണ് പുള്ളിയുടെ പ്രസംഗം മുഴുവൻ എന്ന് നമ്മൾ ഓർക്കണമേ, ഒരിക്കലും മറക്കരുത്. ഇനിയും അതെ, അവൻ ആരായിരുന്നു? ഒരു പട്ടാളക്കാരൻ, കണിശമായിട്ടും പട്ടാള മേധാവിയായിരുന്നു. ഒരു വിഷയത്തിൽ അവൻ നല്ലതുപോലെ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഒരു ഗവർണർ ആകാമായിരുന്നു. പഠിപ്പും ഉണ്ടായിരുന്നു. ഗമാലിയലിന്റെ കീഴിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഞാൻ ഇന്നത്തെ കറക്കി പറഞ്ഞ ഡോക്ടറേറ്റ് ഒക്കെ നേടിയൊരു വ്യക്തിയായിരുന്നു. ഈ ലോകത്തിൽ വലിയൊരു ചാൻസ് ഉണ്ടായിരുന്നു അവന് വലിയവനാകാനായിട്ട്. ഇനിയും അത് വ്യക്തമായിട്ട് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അവന്റെ ബയോഗ്രഫി, ജീവിത ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഫിലിപ്പിയർ അധ്യായം 3 വചനം 5 മുതൽ ഞാൻ വായിക്കുന്നു. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യുന്നവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച് ഹെബ്രായൻ, നിയമപ്രകാരം പരീശേയം, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ ശ്രദ്ധിക്കൂ, എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി കണക്കാക്കി. ഈ പ്രമോഷനും വലിയ ആളാകാനുള്ളതും പണക്കാരനാകാനും സമ്പത്ത് മേടിക്കാനുമുള്ളതെല്ലാം വേണ്ട എന്ന് വെച്ചു. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വരും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് യേശുക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി എത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം തുടർന്നും പറയുന്നു, അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മനത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ് ഇതെല്ലാം. ഹല്ലേലൂയ. അതായത് പൗലോസ്യായ്ക്ക് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശുവിന്റെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളാൻ താൻ സഹനത്തിൽ പങ്കുചേരണമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ലൗകികയുടെ മുഴുവൻ വെടിഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവർ, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കിയ വചനപ്രഘോഷകരെ ശ്രദ്ധിച്ചു. ഇന്ന് നേരെ തിരിച്ചല്ലേ, എനിക്ക് നഷ്ടമായതെല്ലാം ക്രിസ്തുവിനെ കണ്ടപ്പോൾ വീട് കിട്ടി. ലാഭമായി തീർന്നു. എനിക്ക് കടമുണ്ടായിരുന്നു, വീട് കിട്ടി. എനിക്ക് വീടില്ലായിരുന്നു, വീട് കിട്ടി. ഇന്ന് കിട്ടിയതിന്റെ രംഗമല്ലേ പലരും സാക്ഷ്യത്തിൽ കൂടി പറയുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ ജോലിയില്ലായിരുന്നു, ഇപ്പൊ ജോലിയുണ്ട്. ഇപ്പൊ എനിക്ക് കാറുണ്ട്, അന്ന് കാറില്ലായിരുന്നു, സൈക്കിളിൽ നടന്നതാണ്. അത് കിട്ടിയത് എന്നാൽ യേശുവിനെ പറ്റി നഷ്ടപ്പെടുത്തിയതിനെ പറ്റി കണക്കില്ല. അതുപോലെ വചനപ്രഘോഷകരാണെങ്കിലും ശരി, കണ്ടുമുട്ടിന്റെ ഫലമായിട്ട് സ്വത്തുണ്ടാക്കി, സമ്പത്തുണ്ടാക്കി, എല്ലാ സുരക്ഷിത്വം ഉണ്ടാക്കി, അതെ, സ്വാർത്ഥത അല്ലെങ്കിൽ പണ ലാഭം, ആരോഗ്യം, സ്വന്തം സുരക്ഷിത്വം,
ഇതൊക്കെ വെടിഞ്ഞെങ്കിൽ മാത്രമേ അവർ യേശുവിനെ കണ്ടുമുട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. അത് ജീവിതത്തിലേക്ക് നോക്കണം. നമുക്ക് പലരും ഇന്ന് ഈ സുഭിക്ഷതയുടെ പ്രസംഗം, അതായത് സുവിശേഷം പ്രഘോഷിക്കുന്നവർ അവരുടെ തന്നെ ജീവിതം ഇവിടെ സുരക്ഷിതമാക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതം ഇവിടെ സുരക്ഷിതമാക്കുവാനായിട്ടുള്ള ശ്രമമാണ് പ്രസംഗത്തിലൂടെ ചെയ്യുന്നത്. അവരാരും യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ല. യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് എങ്കിൽ അതെ, നമ്മൾക്ക് യേശുവിനെ കണ്ടുമുട്ടിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ എന്ന്. അവിടുന്ന് അതെ എല്ലാം നഷ്ടമാക്കിയവനായി, വലിയവനാകാമായിരുന്ന ഒരുവൻ എല്ലാം നഷ്ടമാക്കുന്നു. ഇനിയും അതെ പലരും അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, അവന് വചനപ്രഘോഷത്തിനെ കുറ്റപ്പെടുത്തി, ഇവൻ കള്ളനാണ്, ഇവൻ കള്ള അപ്പസ്തോലൻ, അപ്പസ്തോലന്മാർ 12 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എണ്ണി സഹനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് താനും ഒരു ദാസനാണ്, അപ്പസ്തോലനാണെന്ന് മനുഷ്യരുടെ മുമ്പിൽ അതെ സാക്ഷ്യപ്പെടുത്തുന്നത്. 2 കൊറിന്തോസ് അധ്യായം 11 അധ്യായം നിങ്ങൾ സമയമുള്ളപ്പോൾ വായിക്കുക. വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, അതായത് തന്നെ കുറ്റപ്പെടുത്തിയവരോട്. ഇന്ന് പല വചനപ്രഘോഷകരെ പറ്റിയും ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, വീഡിയോ കൂടെയും നേരിട്ടും. എങ്കിൽ വചനപ്രഘോഷകർ അവരെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? ഈ പൗലോസിനെ പോലെ നഷ്ടപ്പെട്ടതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട്, എനിക്ക് ലാഭമായത് എന്തെല്ലാം കർത്താവിനെ കണ്ടുമുട്ടിക്കൊണ്ട് എനിക്ക് നഷ്ടമായി, അത് പറയാനൊരു കണക്കുണ്ടോ? അതോ എനിക്കൊക്കെ ചാക്കണക്കിന് കൂട്ടി ബാങ്കിലിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചത്, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പണിതത്, ഹോട്ടലുകൾ പണിതത്, ഇതൊക്കെയാണോ എനിക്ക് പറയാനുള്ളത്? ഒന്ന് വായിക്കട്ടെ ഏതാനും ഭാഗങ്ങൾ. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ കിട്ടിയ സമ്മാനങ്ങൾ എന്താണെന്ന്. അങ്ങനെ കണ്ടുമുട്ടിയവരെയാണ് അപ്പസ്തോലന്മാർ എന്നറിയപ്പെട്ടത്. അവൻ കണ്ടുമുട്ടിയതിന്റെ എങ്ങനെയെന്ന് വ്യക്തമായിട്ട് ആളുകളുടെ മുമ്പിൽ പറയുകയാണ് സാക്ഷ്യം. ഞാൻ വായിക്കുന്നു 2 കൊറിന്തോസ് 11:22 മുതൽ. മറ്റപ്പസ്തോലന്മാരെ അന്ത്രോസിനെയും തോമായെയും അതുപോലെ തന്നെ പത്രോസിനെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, അവർ ഹെബ്രായക്കാരാണോ? ഞാനും അതേ. അവർ ഇസ്രായേൽക്കാരനാണോ? ഞാനും അതേ. അവർ അബ്രാഹത്തിന്റെ സന്തതികളാണോ? ഞാനും അതേ. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉത്തമനെ പോലെ ഞാനും പറയുന്നു, ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. കള്ളു കുടിച്ചാലെന്ന പോലെ ഉന്മത്തനാകുന്ന കള്ളു കുടിക്കുമ്പോഴാണ് ഇല്ലേ? അപ്പൊ ഉന്മത്തനെ പോലെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കൂസലില്ലാതെ ശക്തമായി എന്താണ് സംഭവിച്ചത് എന്ന് പറയാണ്. അവരെക്കാൾ വളരെയധികം ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവാക്കത്തകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കയ്യിൽ നിന്ന് 1 കുറേ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും ചൊണ്ടക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടത്തിൽ അകപ്പെട്ടു. വ്യാജ സഹോദരിൽ നിന്നുള്ള അപകടങ്ങൾക്ക് ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സഭകളെക്കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുവരുന്നു. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ വലിയ ലിസ്റ്റ് വായിച്ച് ധ്യാനിക്കണം. അതായത് യേശുവിനെ കണ്ടുകൂട്ടിയപ്പോൾ കിട്ടിയ ലാഭങ്ങൾ. ഹല്ലേലൂയ. ഇതാണ് അവന് കിട്ടിയ ലാഭം. അതിനുശേഷം അടുത്ത അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നിത്യമായിട്ട് എന്തോ രോഗം അവന്റെ ശരീരത്തുണ്ടായിരുന്നു. മാറിക്കിട്ടാനാണ് ആഗ്രഹിച്ചു. 3 തവണ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ പല തവണയും പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആർക്കറിയാം എന്നാ രോഗമായിരുന്നു എന്ന്? എന്നെപ്പോൾ ഒരു GBS ആയിരുന്നിരിക്കാം, ആർക്കറിയാം. ഒരു തളർച്ചയായിരിക്കാം, നടുവിന് വേദനയായിരിക്കാം, ശാരീരികമായിട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബലഹീനതയായിരുന്നിരിക്കാം, കോപിക്കുകയോ അരിശപ്പെടുകയോ ചെയ്യുന്നതായിരിക്കും, എന്തുമാട്ടെ. ഏതായാലും അതെ, ഒരു ബലഹീനത അവനുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് പറയുന്നുണ്ട്, അതെ, ഇങ്ങനെയുള്ള ദൈവാനുഗ്രഹം കിട്ടിയ ആ വ്യക്തിക്ക് അഹങ്കാരം വർദ്ധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇത്രയെല്ലാം സഹിച്ചു നടന്ന ആ വ്യക്തിയും പറയാ, ഞാൻ അഹങ്കാരിയാന്ന്. എത്ര എളിമയാണ് നമ്മൾ അവനെ കാണുന്നത്. ഇതെല്ലാം സഹിച്ച്
എല്ലാവരും വേട്ടയാടപ്പെട്ട് നമുക്ക് ഒരു രാത്രി മുഴുവൻ അടിച്ചിട്ട് അവനെ പട്ടണത്തിൽ നിന്ന് പുറത്തിട്ടു. അവിടെ വെച്ചാണ് മരണാനന്തര അനുഭവം ഉണ്ടായിരുന്നു. സ്വർഗത്തിന്റെ 3-ാം നിലയിലേക്ക് പോകാനിടയായിരുന്നു. എല്ലാവരും ഓർത്തുവൻ ചത്തുന്ന്. അവന്റെ ശവം വലിച്ചെറിഞ്ഞു. എല്ലാവരും പോയി. ആ കൊല കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ അവൻ സുഖപ്പെട്ട് മുറിവെല്ലാം തുടച്ച് കുളിച്ച് മിടുക്കനായിട്ട് വീണ്ടും പട്ടണത്തിലേക്ക് പ്രസംഗിക്കാൻ പോയി. ഹല്ലേലൂയ. അതാണ് നമ്മൾ കാണുന്ന പൗലോശ്ലീഹ. നമുക്കെല്ലാം ഒരു മാതൃകയാണ് വചനപ്രഘോഷകർക്കും വൈദികർക്കും. അതുപോലെ ഏതെങ്കിലും തരത്തിൽ കർത്താവിനേക്ക് ആളുകളെ നയിക്കുന്ന എല്ലാ അപ്പസ്തോലന്മാരും നമ്മൾ കാണുന്നതാണ്. എത്ര അടിച്ചാലും തൊഴിച്ചാലും ഏതെല്ലാം ഉണ്ടായാലും അവിടെ കിടന്ന് ഉരുളാതെ എഴുന്നേറ്റ് മിടുക്കനായിട്ട് വീണ്ടും ചാടി എഴുന്നേറ്റ് വചനം പ്രഘോഷിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ റോമിൽ പോയാൽ അവന്റെ തല വെട്ടിയ സ്ഥലത്ത് കാണാൻ സാധിക്കും. ആ തല അറ്റ് വീണപ്പോൾ 3 തവണ എടുത്തു ചാടി. അവിടെ റോമക്കാർ 3 കപ്പേള പണിതു. ഞാനത് ചാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓർത്തത് അറ്റുപോയ തല പോലും 3 തവണ പ്രൈസ്തലോട് ചാടി. അത്രയ്ക്ക് ആത്മാവിൽ അവന് തീവ്രത, തീഷ്ണത, ദൈവസ്നേഹം നിറഞ്ഞവനായിരുന്നു എന്നോർക്കണം. പഴയ കാലത്ത് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തീവ്രവാദിയായിരുന്നു. യേശുവിനെ യേശുവിനെ കണ്ടതിന് ശേഷം യേശുവിന്റെ ഒരു തീവ്രവാദിയായിരുന്നു. ഹല്ലേലൂയ. യേശുവിന് വേണ്ടിയിട്ട് ജീവൻ ബലി കഴിച്ച് ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്, എനിക്ക് ബാഹ്യമായെല്ലാം ഞാൻ നഷ്ടമായി കരുതി എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് ലാഭമായെല്ലാം നഷ്ടമാക്കിക്കൊണ്ട്, ഭൗമികമായി യാതൊന്നും അന്വേഷിച്ച് സുഖം ആക്കാൻ വെച്ചോണ്ടിരിക്കാതെ കണ്ട് സമ്പൂർണമായ ആ ശുശ്രൂഷയിലേക്ക് പോയി. അവൻ തന്നെയാണ് പറഞ്ഞത്, എന്റെ ബാഹ്യം മനുഷ്യൻ അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരമാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. നോക്കൂ, ആ അനശ്വരതയിലേക്ക് നിത്യതയിലേക്കുള്ള ആ യാത്ര, അതാണ് യേശുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ടതും ഉണ്ടാകുന്നതും. 2 കൊരിന്ത്യർ അധ്യായം 4:16 മുതലാണ് ഞാൻ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നേരെ തിരിച്ചും വ്യത്യസ്തമായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അവരുടെ വചനം കേൾക്കുമ്പോഴൊക്കെ നോക്കണം. വൈദികരായാലും ശരി, അൽമേനികളായാലും ശരി, കന്യാസികളായാലും ശരി, നോക്കൂ, സാക്ഷ്യമുണ്ടോ ജീവിതത്തിൽ എന്ന്. ഈ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കണ്ടു എന്ന് പറയുന്നത് കേട്ടാ പോരാ. ആ ജീവിതത്തിൽ യേശുവിന്റെ ഗുണഗണങ്ങൾ ഉണ്ടോ? യേശുവിന്റെ മണം ഉണ്ടോ? യേശുവിന്റെ ആ ജീവിതചര്യ സ്വന്തമാക്കിയിട്ടുണ്ടോ? ഈശോ ആ നഗ്നനായ കുരിശിൽ ഒന്നുമില്ലാത്തവനായി എല്ലാം വെടിഞ്ഞവനായി കിടന്നു മറ്റുള്ളവരെ പ്രതി, നമ്മളെ പ്രതി. ആ യേശുവിനെയാണ് ഓരോ അപ്പസ്തലന്മാരും ആരെല്ലാം വചനം പ്രഘോഷിച്ചു അവരെല്ലാം പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് പരിശോധിക്കണം. ഞാൻ ഈ ശ്രമിക്കുന്ന ആള് പറയുകയാണ്, തൊങ്ങും തൊടലെല്ലാം പിടിക്കും, കണ്ടു, അങ്ങനെ കണ്ടു, വരഞ്ഞു, കത്താന്റെ കൈയും കാലും അങ്ങനെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പക്ഷെങ്കിൽ ആ യേശുവിനെയോ മാതാവിനെ കണ്ടെന്നും പറഞ്ഞ് വലിയ ധ്യാനകേന്ദ്രം തുടങ്ങുന്നു, അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനം തുടങ്ങുന്നു, അതിനുവേണ്ടി പൈസ പിരിക്കുന്നു, സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം വീട്, സ്വന്തം കാർ, ഇങ്ങനെ പോകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഇത് മാറിയേ മതിയാവും. അതുകൊണ്ടാണ് നമ്മുടെ സഭ വളരാത്തത്. ക്രിസ്തീയതയ്ക്ക് വിശ്വസനീയത ഇല്ലാതെ പോയത്. ആരും യേശുവിനെ കാണുന്നില്ല. മഹാത്മജി പറഞ്ഞ പോലെ, യേശുവിനെ എനിക്ക് സ്നേഹിക്കാം, അനുഗമിക്കുന്നവരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, കാരണം അവർ അവനെ അനുഗമിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാടുകളിൽ വചനപ്രഘോഷത്തിലൊക്കെ പോകുമ്പോൾ ഈ സാക്ഷ്യം പറയുന്നവരൊക്കെ കേട്ടു. പക്ഷേ നിങ്ങൾ ആളിന്റെ ജീവിതം കൂടി ഒന്ന് നോക്കണമേ. എപ്രകാരം പ്രാർത്ഥിക്കുന്നു, എപ്രകാരം സഹനങ്ങൾ ഏറ്റെടുക്കുന്നു, എപ്രകാരം തനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കാതെ എല്ലാം മറ്റുള്ളവർക്കായി നൽകി ജീവിക്കുന്നു എന്നത് ഒരു പ്രമാണരേഖയായിട്ട് അവർ എടുത്തിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ഉൾപ്പെടെ. എന്നെ നിങ്ങൾ നോക്കൂ, എങ്കിലേ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാവൂ. എങ്കിലേ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്നെ അല്പം അനുകരിക്കാൻ നോക്കോ. എന്നെ അനുകരിക്കേണ്ട, ഞാൻ യേശുവിനെ എത്രമാത്രം അനുകരിക്കുന്നു അത്രമാത്രം. അതാണ് പൗലോസും പറഞ്ഞത്, നിങ്ങൾ ആരും എന്നെ അനുഗമിക്കേണ്ട. എത്രമാത്രം ഞാൻ കർത്താവിനെ അനുകരിക്കുന്നുവോ അത്രയും നിങ്ങൾ എന്നെ അനുകരിക്കുക എന്ന്. അതായിരിക്കട്ടെ സുവിശേഷ പ്രഘോഷകർ കൊണ്ടായിരിക്കേണ്ടത്. അതുപോലെ സുവിശേഷ പ്രഘോഷകരെ നിങ്ങൾ വിലയിരുത്തുമ്പോഴും വിമർശിക്കുമ്പോഴും ഒരുപക്ഷെ കുറ്റപ്പെടുത്തുമ്പോഴും ഇത് ഒന്ന് നോക്കട്ടെ. അവർ ഇത്രമാത്രം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പങ്കാളികൾ ആയിത്തീരുന്നുണ്ട്.
നേട്ടങ്ങൾ വേണ്ട എന്ന് വെച്ചുവോ ആ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവോ ഞാനിവിടെ ആയതുകൊണ്ട് എന്റെ ആരോഗ്യം വർദ്ധിച്ചു അല്ലെ എന്റെ എല്ലാം എനിക്ക് കൂടുതൽ ഭൗമികമായി കിട്ടിയെന്ന് പറയുന്നതാണോ അതാണോ യഥാർത്ഥ സാക്ഷ്യം എന്നൊക്കെ ജീവിത സാക്ഷ്യമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആളുകൾ പൗലോസിനെ നോക്കി പറഞ്ഞു യേശുവിനെ പീഡിപ്പിച്ചവൻ ഇതാ പ്രസംഗിക്കുന്നുവെന്ന് അതായിരുന്നു സാക്ഷ്യം അല്ലാതെ വേറൊന്നുമല്ല അതായത് യേശുവിനെ വിശ്വസിക്കാത്തവൻ വിശ്വാസം പ്രഘോഷിക്കുന്നു വിശ്വാസത്തിനു വേണ്ടി അത് ജീവൻ വെടിയുന്നു വല്ല വിധേയനെയും അവന്റെ സഹനത്തിനും പുനരുത്ഥാനത്തിനും പങ്കുകൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് ഒന്നും ആശ്രയം വെക്കാതെ പോകുന്ന ഒരു വ്യക്തി പരലോകത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പോകുന്നത് വാക്കിലല്ല ജീവിതത്തിൽ അത് കാണുവാൻ ഇടവരണം ഇത് അത് പ്രത്യേകമായി നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വിവേചിച്ചറിയേണ്ട ഒരു സബ്ജക്റ്റാണ് വിഷയമാണ് അതുകൊണ്ടാണ് ഏറെ പറയാനുണ്ടെങ്കിലും അത് ഞാൻ നിർത്തുകയാണ് അത് നമ്മൾ അത് ഈ നാളുകളിൽ വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഏറെ പേര് അതായത് നമുക്കറിയാം ആടിന്റെ വേഷം ധരിച്ച് ചെന്നായ്ക്കളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് തിരിച്ചറിയണം ചെന്നായ്ക്കളെ തിരിച്ചറിയണം അവരെ ബഹിഷ്കരിക്കണം കണ്ടുവെന്ന് പറഞ്ഞ് കേട്ടു നല്ല കാര്യം ദർശനമായിരിക്കാം ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല ഞാനവർ മനസ്സാക്ഷിയെ ഒരിക്കലും വിധിക്കുന്നുമില്ല അവർ കണ്ടു കാണും ദർശനത്തിൽ ആ ദർശനം കർത്താവ് കൊടുക്കുന്ന അവരവരുടെ നന്മയ്ക്കും അവരവരുടെ പരിവർത്തനത്തിനും അവരുടെ വിശുദ്ധീകരിക്കത്തുമാണ് മറ്റവർക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്കാണെങ്കിൽ അത് പ്രത്യക്ഷപ്പാടായിട്ട് വരും ഇനി അതിൽ നിന്ന് നിനക്ക് കിട്ടിയത് നീ അംശം പങ്കുവെച്ചു പക്ഷെ നിന്റെ ജീവിതത്തിലാണ് കാണുന്നത് ആദ്യം നാക്കിലല്ല വാക്കിൽ അല്ല ഞാൻ നിർത്തുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും വേദനിച്ചെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ എന്നെ പ്രശംസിച്ചു പറഞ്ഞ അല്ല ഞാൻ വലിയവനാണെന്നും പറയല്ല ഞാനും അത് ഇതുപോലെ തെറ്റും കുറ്റവും ഉള്ളവനും യേശുവിനെ പൂർണ്ണമായി പിൻചൊല്ലുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും പിൻചൊല്ലാത്തവനുമാണ് എന്നോടും ക്ഷമിക്കൂ എത്രമാത്രം ഞാൻ എന്നെ യേശുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു ഏതെങ്കിലും പരിശ്രമം എന്നിൽ നിങ്ങൾ കണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതി മറ്റതിനെ തിരസ്കരിക്കൂ കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഹല്ലേലൂയ 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 യേശുവെ മഹത്വം യേശുവെ നന്ദി മകനെ കർത്താവേ ഈ വചനം പ്രഘോഷിക്കാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി കഥാ ഈ നിമിഷം കേൾക്കുന്നവരോരോത്തെ മറപ്പിക്കുന്നു കേരളത്തിലെ മലയാളികളായ എല്ലാ വചന പ്രഘോഷികളെ വൈദികരെ കന്യാസികളെ അൽമേനികളെ എല്ലാം സമർപ്പിക്കുന്നു കഥാവ് ഈശോയെ അവരെല്ലാം ആ യേശുവിനെ അനുഗമിച്ച് യേശുവിനെ പോലെ ആയിത്തീർന്ന് രൂപാന്തരപ്പെട്ടുകൊണ്ട് വചനം പ്രഘോഷിക്കാൻ ഇടയാക്കണമേ അവരിൽ കേൾക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികളായാലും അക്രിസ്തവരാലും യേശുവിനെ കണ്ടുമുട്ടാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ യഥാർത്ഥ കണ്ടുമുട്ടലിൽ അവർ രൂപാന്തരപ്പെടണം സ്വാർത്ഥത പോകണം സ്വാർത്ഥലാഭം പഠിക്കണം ഭാവി സുരക്ഷിതത്വം പഠിക്കണം അതുപോലെ രണ്ട് കസേരയിൽ കാല് വെക്കുന്ന കാല് ഊന്ന അത് രണ്ട് വള്ളത്തിൽ കാല് ഊന്നവരായിരിക്കരുത് മുഴുവനായിട്ട് ഈശോയെ കൊടുത്ത് അത് ആരോഗ്യം പോലും വകവയ്ക്കാതെ ഞാൻ ഓർക്കുകയായിരുന്നു കാരിസ് ഭവനിൽ ആ കോവിഡ് കാലത്ത് അച്ഛന്മാര് മാറി മാറി കുർബാനയിലുമായിരുന്നു നാലുപേരെ വെച്ചുകൊണ്ട് ഒരു അച്ഛൻ 8-9 കുർബാന ചൊല്ലിയിട്ടുണ്ട് അവർ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു രോഗം വന്നാലും ഇല്ലെങ്കിലും കർത്താവിന് വേണ്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്നാൽ അതേസമയം ആളുകളിൽ പള്ളി അടച്ചിട്ട് അച്ഛന്മാരെ അറിയാം ആർക്കൊരു സംസാരിക്കാനാണ് ആ ആവശ്യം പരിഹരിക്കുന്നത് എല്ലാവരും മുഖം മൂടി വെച്ച് സുരക്ഷിതമായിട്ട് കോവിഡ് വരാതിരിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു മാത്രമല്ല ചിലരൊക്കെ ഒരു കുർബാന പോലും ചൊല്ലി കൊടുക്കില്ലായിരുന്നു എനിക്കറിയാം ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അതുകൊണ്ടാണ് ഇന്ന് കാരിഷ് ഭവൻ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു സ്ഥാപനമായിട്ട് വളരാൻ കാരണമായത് നിസ്വാർത്ഥമായി കർത്താവിനെ കണ്ടുമുട്ടിയവർ വൈദികരും അൽമേനികളും അവിടെ ജോലി ചെയ്തതുകൊണ്ടാണ് എനിക്കറിയാം ഒരു വൈദികൻ പ്രശസ്തനായ വചനപ്രഘോഷകൻ കോവിഡ് കാലത്ത് സ്വന്തത്തിൽപ്പെട്ട ആൾ മരിച്ചിട്ട് പോകുന്നു കാണാൻ പോയില്ല കോവിഡ് വരുന്നു പേടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ അങ്ങിൽ ആശ്രയം വെച്ച് പ്രഘോഷിക്കുന്നവർ എന്തിനെ ആകുലപ്പെടാൻ അതേ കർത്താവ് എല്ലാം അങ്ങിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം പോകുന്ന വചനപ്രഘോഷകരാക്കി ഇവരെ ഉരുവാക്കണമേ ഇവരോരോരുത്തരെ ഞാൻ സമർപ്പിക്കുന്നു യേശുവെ രക്ഷക അനുഗ്രഹിക്കൂ വചനപ്രഘോഷകരെ അനുഗ്രഹിക്കൂ സാക്ഷികളാകുന്നവരെ അനുഗ്രഹിക്കൂ യേശുവിനെ പോലെ സ്വയം ഇല്ലാതായി തീർന്ന് ഇനി ഞാനെല്ലാ ക്രിസ്തു ജീവിക്കുന്നു എന്ന ആ ബോധ്യത്തിലേക്ക് വളർത്തി കർത്താവ് വേറെ ക്രിസ്തുകളായി മാറി വേറെ യേശുവായി മാറി വചനം കൊടുക്കുവാൻ പ്രാപ്തരാക്കൂ കേൾക്കുന്നവരെയും അപ്രകാരം അനുഗ്രഹിക്കണമേ ഇപ്പോൾ എന്റെ ഈ വചനം കേൾക്കുന്നവരെ ആശീർവദിക്കൂ അനുഗ്രഹിക്കൂ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ